നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2025 ജൂൺ 15 മുതൽ ജൂൺ 21 വരെയുള്ള ആഴ്ചയിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലമാണ്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതികളെ അവയുടെ സ്വാധീനങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്രമായ ജ്യോതിഷ വിശകലനമാണിത്. വേദജ്യോതിഷ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രവചനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആഴ്ചയിലെ പ്രധാന സംക്രമണങ്ങൾ, ഓരോ രാശിയുടെയും നക്ഷത്രങ്ങളുടെ സ്വഭാവം, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2025 ജൂൺ 15 മുതൽ 21 വരെയുള്ള ഈ ആഴ്ച ജ്യോതിഷപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിരവധി പ്രധാന ഗ്രഹസംക്രമണങ്ങൾക്കും ഗ്രഹങ്ങളുടെ വശങ്ങൾക്കും ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുന്നു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന മിഥുന സംക്രമണത്തോടെയാണ് ജ്യോതിഷപരമായ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഇത് ആശയവിനിമയം, ബുദ്ധി, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ചയിൽ വ്യാഴം മിഥുനൻ രാശിയിൽ തുടരും. ഇത് ജ്ഞാനം, വിജ്ഞാനം, ഭാഗ്യം എന്നിവയെ സ്വാധീനിക്കുന്നു. ശനി മീനൻ രാശിയിൽ തുടരുന്നത് അച്ചടക്കം, ഉത്തരവാദിത്തങ്ങൾ, ദീർഘകാല ആസൂത്രണം എന്നിവയെ സൂചിപ്പിക്കുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും തുടരുന്നത് ദീർഘകാല പരിവർത്തനങ്ങളെയും ആത്മീയ വളർച്ചയുമാണ് സ്വാധീനിക്കുന്നത്. ഈ ആഴ്ചയുടെ അവസാനത്തിൽ സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും ഉത്തരായനം ആരംഭിക്കുകയും ചെയ്യുന്നത് വൈകാരികമായ വളർച്ചയ്ക്കും ആത്മാവിഷ്കാരത്തിനും ഊന്നൽ നൽകുന്നു. കൂടാതെ ജൂൺ 21 മകരൻ രാശിയിലെ പൗർണമി തൊഴിൽ ലക്ഷ്യങ്ങൾ, ദീർഘകാല പദ്ധതികൾ, സ്ഥിരത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഈ ഗ്രഹസ്ഥിതികൾ വ്യക്തിഗത ജാതകം, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, ബന്ധങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. ഈ ആഴ്ചയിലെ പൊതുവായ ഊർജവും പ്രവണതകളും നോക്കുമ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഒരു പുതിയ ഉണർവ് പ്രതീക്ഷിക്കാവുന്നതാണ്. മിഥുനൻ രാശിയിലെ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ചിന്താശേഷിയെയും സംഭാഷണങ്ങളെയും കൂടുതൽ സജീവമാക്കും. എന്നിരുന്നാലും വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ എന്നിവയുമായി സ്ക്വയർ വശങ്ങളിൽ വരുന്നത് ആദർശവും യാഥാർത്ഥ്യബോധവും തമ്മിൽ ഒരുതരം പിരിമുറുക്കം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വിവേകവും സ്വയം അവബോധവും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധങ്ങളിൽ വൈകാരികമായ ആഴം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നതും സത്യസന്ധവുമായ സംഭാഷണം ആവശ്യമാണ്. ആരോഗ്യപരമായി മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്കത്തിൽ തൊഴിൽപരവും സാമ്പത്തികവുമായ പുതിയ അവസരങ്ങളുണ്ടാകും. എന്നാൽ ശ്രദ്ധാപൂർവമായ തീരുമാനങ്ങളും ദീർഘകാല ആസൂത്രണവും ഈ ആഴ്ച നിർണായകമാകും. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതികൾ ഓരോ രാശിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി പരിശോധിക്കാം. ഓരോ രാശിയുടെയും പൊതുവായ സ്വഭാവ സവിശേഷതകളും ഈ ആഴ്ചയിലെ പ്രധാന മേഖലകളായ തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നിവയിലെ ഫലങ്ങളും ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ മേടൻ രാശിയിൽ ധൈര്യശാലികളും സാഹസികരും നേതൃത്വ ഗുണമുള്ളവരുമാണ്. അവർ വെല്ലുവിളികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുമുണ്ട്. ഈ ആഴ്ച മേടൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും. ആശയവിനിമയത്തിലും പുതിയ സംരംഭങ്ങളിലും നല്ല മുന്നേറ്റം ഉണ്ടാകും. തൊഴിൽപരമായി പുതിയ ചർച്ചകൾ പ്രതീക്ഷിക്കാം. സൂര്യൻ 3ാം ഭാവത്തിലേക്ക് മാറുന്നത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ആശയവിനിമയ കഴിവുകൾ തൊഴിൽപരമായ വിജയത്തിന് സഹായിക്കും. പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിന് അനുകൂലമായ ഫലങ്ങളും ലഭിക്കും. ചൊവ്വയുടെ സ്വാധീനം ധൈര്യവും നേതൃത്വ ഗുണവും വർദ്ധിപ്പിക്കും. ഇത് തൊഴിൽപരമായ സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തും. സാമ്പത്തികമായി നോക്കുമ്പോൾ സ്ഥിരത കൈവരിക്കും. ശുക്രൻ 2ാം ഭാവത്തിൽ വരുന്നത് വരുമാന സ്രോതസ്സുകൾ മെച്ചപ്പെടുത്തും. പഴയ കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കാനും ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് പ്രധാനമാണ്. ശാരീരിക വ്യായാമങ്ങളും ആരോഗ്യപരമായ ഭക്ഷണക്രമവും പിന്തുടരുന്നത് ഗുണകരമാകും. കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തുറന്ന സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയിൽ ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ ചിലപ്പോൾ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകാം. ഇത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. എന്നാൽ ആധിപത്യ മനോഭാവം ഒഴിവാക്കി വിനയത്തോടെ പെരുമാറുന്നത് ബന്ധങ്ങൾ മധുരമാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അനുകൂലമാണ്. ബുധൻ്റെ സ്വാധീനം മാനസിക സ്ഥിരതയും പഠന ശ്രദ്ധയും നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല അവസരങ്ങളും ഉണ്ടാകും. ഇടവൻ രാശിക്കാരുടെ നോക്കുമ്പോൾ കാർത്തിക 2, 3, 4 പാദക്കാർക്ക്, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. ഇടവൻ രാശിക്കാർക്ക് പ്രായോഗികവും വിശ്വസ്തരും ദൃഢനിശ്ചയമുള്ളവരാണ്. അവർ സ്ഥിരതയെയും സുരക്ഷിതത്വത്തെയും വിലമതിക്കുന്നു. എന്നാൽ ചിലപ്പോൾ പിടിവാശികളാകാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ഇടവൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകും. എന്നാൽ സംസാരത്തിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും സാധിക്കും. സർക്കാർ മേഖലയിലുള്ളവർക്ക് നല്ല നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതി നന്നായിരിക്കും. വസ്തുക്കളിൽ നിന്ന് നല്ല ലാഭവും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായുള്ള തീരുമാനങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്.
ശരീരത്തിന് ഊർജ്ജം നിലനിർത്താൻ വ്യായാമങ്ങൾ ചെയ്യുകയും മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും വേണം. കുടുംബത്തിലെ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാന്തമായ മാനസികാവസ്ഥ നിലനിർത്തുന്നതിന് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അമ്മയുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. പങ്കാളിയുമായുള്ള ബന്ധം അത്ര സുഖകരമാകാൻ സാധ്യതയില്ല. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംഭാഷണങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ആഴ്ച നല്ലതാണ്. പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അനുകൂലമായ സമയം. മിഥുനൻ രാശിക്കാർക്ക് മകയിരം രണ്ടാം പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക്. മിഥുനൻ രാശിക്കാർ ബുദ്ധിശാലികളും പൊരുത്തപ്പെടാൻ കഴിവുള്ളവരും ആകാംക്ഷയുള്ളവരുമാണ്. അവർക്ക് മികച്ച ആശയവിനിമയ കഴിവുണ്ട്. എന്നാൽ ചിലപ്പോൾ അസ്ഥിരചിത്തരാകാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച മിഥുനൻ രാശിക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ആശ്രയിച്ചിരിക്കും ഫലങ്ങൾ. ബുധനും വ്യാഴവും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് ബുദ്ധിയെയും ആത്മവിശ്വാസത്തെയും ഊർജ്ജസ്വലമാക്കും. തൊഴിൽപരമായ ജീവിതത്തിൽ പുതിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിലൂടെയും മികച്ച പ്രയത്നത്തിലൂടെയും നല്ല ലാഭം നേടാനും സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ ആസൂത്രണം ചെയ്യാൻ അനുകൂല ആഴ്ചയാണിത്. പഴയ കടങ്ങൾ തീർക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ ആഴ്ച. ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ആഴ്ചയുടെ തുടക്കത്തിൽ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകാം. മാനസികമായ അമിതഭാരം കാരണം ക്ഷീണം അനുഭവപ്പെടാം. ജലാംശം നിലനിർത്താനും വിശ്രമിക്കാനും മാനസിക സമാധാനം നേടാനും ശ്രമിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങൾ ചിലപ്പോൾ പിരിമുറുക്കം അനുഭവപ്പെടാം. തുറന്ന മനസ്സോടെ സംഭാഷണങ്ങളും ബന്ധങ്ങളിൽ ഐക്യവും പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതാണ്. മുതിർന്നവരുമായി വീണ്ടും ബന്ധപ്പെടാനും ദീർഘകാല കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ആഴ്ച നല്ലതാണ്. പ്രണയപരമായ കാര്യം നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും അക്രമാസക്തരാകാനും ആധിപത്യ മനോഭാവവും പ്രിയപ്പെട്ടവരുമായുള്ള നല്ല ബന്ധം ആസ്വദിക്കാൻ കഴിയാതെ വരാനും സാധ്യതയുണ്ട്. അഹങ്കാരം ഒഴിവാക്കി സത്യസന്ധവും വിനയമുള്ളതുമായ സമീപനം സ്വീകരിക്കുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും. ബുധനും വ്യാഴവും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാനസിക ചടുലത ഉയർന്ന നിലയിലായിരിക്കും. പഠനത്തിനും പുനരവലോകനത്തിനും മികച്ച പ്രകടനങ്ങൾക്കും ഇത് മികച്ച ആഴ്ചയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നാളുകാരുടേതാണ്. കർക്കിടക രാശിക്കാർ വൈകാരികമായി സംവേദനക്ഷമരും പരിപോഷിപ്പിക്കുന്നവരും ശക്തമായ അവബോധമുള്ളവരുമാണ്. അവർ കുടുംബത്തിനും വീടിനും വലിയ പ്രാധാന്യം നൽകുന്നു. എന്നാൽ ചിലപ്പോൾ അമിതമായി ആശ്രയിക്കുന്നവരുമാകാം. ഈ ആഴ്ചയുടെ പുതിയ തുടക്കങ്ങൾക്കും വൈകാരികമായ വളർച്ചയ്ക്കും സാധ്യതയുണ്ട്. സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് മാറുന്നത് പുതിയ ഊർജ്ജം നൽകും. വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ തൊഴിൽപരമായ നല്ല നേട്ടങ്ങൾ ലഭിക്കും. തൊഴിൽപരമായ സ്ഥിരത വാഗ്ദാനം ചെയ്യുന്ന സൂചനകൾക്കും അവസരങ്ങൾക്കുമായി ശ്രദ്ധിക്കുക. പണമിടപാടുകളിൽ പ്രത്യേകിച്ച് ഓഹരി നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സംക്രമണ സമയത്ത് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം. കാരണം നഷ്ടം നേരിടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുക. അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും കാരണം വ്യക്തിപരമായ കാര്യങ്ങളിൽ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പങ്കാളിയുമായി തുറന്നതും ആരോഗ്യപരമായ സംഭാഷണങ്ങൾ നടത്താനും ശ്രമിക്കേണ്ടതാണ്. പ്രണയബന്ധങ്ങളിൽ വൈകാരികമായ ആഴം വർദ്ധിക്കാനും തുറന്ന ഹൃദയത്തോടെ സംസാരിക്കാനും നല്ല സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടാം. മാനസിക സമ്മർദ്ദം പഠനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക്. ചിങ്ങൻ രാശിക്കാർ ആത്മവിശ്വാസമുള്ളവരും ഉദാരമതികളും ആകർഷക വ്യക്തിത്വമുള്ളവരുമാണ്. അവർ ശ്രദ്ധാകേന്ദ്രമാകാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ചിലപ്പോൾ അഹങ്കാരികളാകാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ചിങ്ങൻ രാശിക്കാർക്ക് ആത്മപരിശോധനയും പുതിയ അവസരങ്ങളും നൽകും. വ്യാഴത്തിൻ്റെ പിന്തുണ തൊഴിൽപരമായ അവസരങ്ങൾ നേരിടാൻ സഹായിക്കും. പുതിയ ആശയങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഈ ആഴ്ച അനുകൂലമാണ്. തൊഴിൽപരമായി നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായി കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. അപ്രതീക്ഷിത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്രമത്തിനും ഉന്മേഷത്തിനും സമയം കണ്ടെത്തുന്നത് പ്രധാനമാണ്. ആരോഗ്യകരമായ ദിനചര്യകൾ പിന്തുടരുന്നത് ഗുണകരമാവുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ശുക്രൻ്റെ സ്വാധീനം സഹായിക്കും. എന്നാൽ സാമൂഹികമായ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കുക. പ്രണയബന്ധങ്ങളിൽ തീവ്രമായ വികാരങ്ങളുണ്ടാകും. ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രത ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഈ ആഴ്ച നല്ലതുമാണ്. കന്നിരാശിയിൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. കന്നിരാശിക്കാർ പ്രായോഗികരും വിശകലന ശേഷിയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമാണ്. അവർ സംഘാടനത്തിൽ മികവ് പുലർത്തുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ വിമർശനാത്മക മനോഭാവം പുലർത്താം. ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് സാമൂഹികപരമായ കാര്യങ്ങളിലും തൊഴിൽപരമായ വളർച്ചയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകും. ചൊവ്വയുടെ സംക്രമണം നിങ്ങളുടെ പ്രയത്നങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ സാമൂഹിക നെറ്റ്വർക്ക് തൊഴിൽപരമായി മുന്നേറുന്നതിന് സഹായിക്കും. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുന്നത് പ്രധാനമാണ്.
കുടുംബ ബന്ധങ്ങൾ ഐക്യം നിലനിർത്താൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കുക. പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. പഠനത്തിന് ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയമാണ്. പുതിയ കാര്യങ്ങളും പഠിച്ചു വരുന്നതുമാണ് ഈ സമയത്ത്. തുലാം രാശി നോക്കുമ്പോൾ ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്ക്. തുലാം രാശിക്കാർ നീതിബോധമുള്ളവരും സന്തുലിതാവസ്ഥ ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യബോധമുള്ളവരുമാണ്. അവർ ബന്ധങ്ങളെ വിലമതിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും. ഈ ആഴ്ച തുലാം രാശിക്കാർക്ക് അഭിലാഷങ്ങളെ യാഥാർത്ഥ്യവുമായി സമന്വയിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ശുക്രന്റെ സ്വാധീനം തൊഴിൽപരമായ അഭിലാഷങ്ങളിൽ മധുരം ചേർക്കും. സഹകരണത്തിന് ഇത് അനുകൂലമാണ്. പങ്കാളിത്തങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സുതാര്യത നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് പ്രധാനവുമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ തുറന്ന സംഭാഷണങ്ങളും നടത്തുക. പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനവുമാണ്. വൃശ്ചികത്തിൽ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുടേതാണ്. വൃശ്ചികൻ രാശിക്കാർ തീവ്രവും നിഗൂഢവും ആഴത്തിലുള്ള വ്യക്തിത്വമുള്ളവരുമാണ്. അവർ വിശ്വസ്തരും എന്നാൽ ചിലപ്പോൾ പ്രതികാര ബുദ്ധിയുള്ളവരുമാകും. ഈ ആഴ്ച വൃശ്ചികൻ രാശിക്കാർക്ക് ആഴത്തിലുള്ള രൂപാന്തരീകരണത്തിൻ്റെ കാലഘട്ടമാണ്. കഴിഞ്ഞ കാലത്തെ വെല്ലുവിളികളെ മനോഹരമായ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കഴിവുകൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ദിനചര്യകൾ പിന്തുടരുന്നത് പ്രധാനമാണ്. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും പ്രധാനമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. പ്രണയബന്ധങ്ങളിൽ തീവ്രമായ വികാരങ്ങളുണ്ടാവും. ഇത് ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏകാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണ്. ധനുരാശി നോക്കുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക്. ധനുരാശിക്കാർ സത്യസന്ധരും സാഹസികരും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരുമാണ്. അവർ ശുഭാപ്തി വിശ്വാസികളും എന്നാൽ ചിലപ്പോൾ അമിതമായി തുറന്നു സംസാരിക്കുന്നവരുമാകാം. ഈ ആഴ്ച ധനുരാശിക്കാർക്ക് പുതിയ ഉന്മേഷം നൽകും. ആശയവിനിമയ ശേഷിയിലെ മേഖലകൾ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കും. നൂതനമായ ചിന്തകളിലൂടെ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ ദീർഘകാല വീക്ഷണങ്ങൾ, ആശയങ്ങൾ മേലധികാരികളെ ആകർഷിക്കാൻ സഹായിക്കും. സാമ്പത്തിക സ്ഥിതിക്ക് പ്രായോഗികമായ സമീപനം ആവശ്യമാണ്. വലിയ വാങ്ങലുകൾ ഒഴിവാക്കാൻ ബുധൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആരോഗ്യപരമായ ദിനചര്യകൾ പിന്തുടരുന്നത് പ്രധാനമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്തുക. പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം. പുതിയ അറിവുകൾ നേടുന്നതിന് യാത്ര ചെയ്യുന്നതിന് ഈ ആഴ്ച നല്ലതാണ്. മകരം രാശി ഉത്രാട അവസാനം 1/4 ഭാഗവും, തിരുവോണം, അവിട്ടവും ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. മകരം രാശിക്കാർ ലക്ഷ്യബോധമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരും ചിട്ടയുള്ളവരാണ്. അവർ കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ ചിലപ്പോൾ സ്വാർത്ഥമാത്മാക്കളുമാകാം. ഈ ആഴ്ച മകരം രാശിക്കാർക്ക് തൊഴിൽപരമായ മുന്നേറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിലിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. കലാകാരന്മാർക്കും സംരംഭകർക്കും ഇത് പ്രത്യേകിച്ച് അനുകൂലമായ സമയമാണ്. ജൂൺ 15 ശേഷം ടീം വർക്ക് പ്രധാനമാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ലാഭകരമാകും. ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്തുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി തുറന്ന സംഭാഷണങ്ങൾ നടത്തുക. അവിവാഹിതർക്ക് അർത്ഥവത്തായ ബന്ധങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയവുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഏകാഗ്രത വേണ്ട സമയവുമാണ്. കുംഭൻ രാശിയിൽ അവിട്ടൻ 2ാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്കാണ്. കുംഭൻ രാശിക്കാർ സഹിഷ്ണുതയുള്ളവരും ആദർശവാദികളും സ്വതന്ത്രപ്പനും. അവർ മനുഷ്യസ്നേഹികളും എന്നാൽ ചിലപ്പോൾ അകലം പാലിക്കുന്നവരുമാകാം. ഈ ആഴ്ച കുംഭൻ രാശിക്കാർക്ക് രൂപാന്തരീകരണത്തിൻ്റെയും പുനഃബന്ധിപ്പിക്കലിൻ്റെയും മാസമാണ്. ആഴ്ചയുടെ മധ്യത്തോടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. തൊഴിൽപരമായ മുന്നേറ്റത്തിന് തന്ത്രപരമായ ചിന്ത ആവശ്യമാണ്. സംരംഭകർക്കും ഫ്രീലാൻസർമാർക്കും ഓഫീസ് ജീവനക്കാർക്കും അവസരങ്ങൾ ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നോ ഉപദേശകരിൽ നിന്നോ പിന്തുണയും ലഭിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രായോഗികവും എന്നാൽ ശുഭാപ്തി വിശ്വാസമുള്ളതുമായിരിക്കുക. വരുമാനത്തിൽ വർധനവും വിജയകരമായ സൈഡ് പ്രോജക്റ്റുകളോ ഉണ്ടാകാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലവുമാണ്. ആഴ്ചയുടെ മധ്യത്തോടെ ബന്ധങ്ങളും തൊഴിൽപരമായ കാര്യങ്ങളും സ്ഥിരപ്പെടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയും ഊർജ്ജ നിലയും ഉയരും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ധ്യാനം അല്ലെങ്കിൽ സർഗാത്മക ഹോബികൾ എന്നിവ മാനസിക ഉല്ലാസം നൽകും.
ബന്ധങ്ങളിൽ വൈകാരികമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. ആഴ്ചയുടെ തുടക്കത്തിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരുമായുള്ള അകലം സൃഷ്ടിച്ചേക്കും. ആഴ്ചയുടെ മധ്യത്തോടെ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. സത്യസന്ധതയും വിശ്വാസ്യതയും പ്രധാനമാണ് പ്രണയകാര്യങ്ങൾക്ക്. ചിലപ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ തിരികെ ലഭിക്കും. ഗവേഷണം, പരീക്ഷാ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പഠനം എന്നിവയ്ക്ക് നല്ല സമയവുമാണ്. മീനൻ രാശി നോക്കുമ്പോൾ പൂരിട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി എന്നീ നാളുകാരുടേതാണ്. മീനൻ രാശിക്കാർ സഹാനുഭൂതിയുള്ളവരും സർഗാത്മകരും അവബോധമുള്ളവരുമാണ്. അവർക്ക് ശക്തമായ ഭാവനയുണ്ട്. എന്നാൽ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച മീനൻ രാശിക്കാർ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും സഹകരണമായ അവസരങ്ങൾക്കും ഊന്നൽ നൽകുന്നുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഫ്രീലാൻസർമാർക്ക് സഹകരണപരമായ അവസരങ്ങളും ലഭിക്കും. മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾക്ക് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും പ്രധാനമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും ദൃഢതയും ആവശ്യമാണ്. പ്രണയബന്ധങ്ങളിൽ തുറന്ന ആശയവിനിമയത്തിന് മുൻഗണന നൽകുക. അവിവാദർക്ക് ശ്രദ്ധ ലഭിക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഈ ആഴ്ച വളരെ നല്ലതുമാണ്. 2025 ജൂൺ 15 മുതൽ 21 വരെയുള്ള ഈ ആഴ്ച ആശയവിനിമയം, വൈകാരിക വളർച്ച, പ്രായോഗികവും ആദർശവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടമാണ്. സൂര്യൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റങ്ങൾ പുതിയ ഊർജ്ജവും അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ എന്നിവയുടെ വശങ്ങൾ ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും വിവേകമുള്ള തീരുമാനങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ തുറന്നതും സന്തുലിതവുമായ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുന്നത് ബന്ധങ്ങളിലെ ഐക്യം നിലനിർത്താൻ സഹായിക്കും. തൊഴിൽപരവും സാമ്പത്തികമായ പുതിയ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ശ്രദ്ധാപൂർവമായ ആസൂത്രണ അച്ചടക്കവും ആവശ്യമാണ്. ആരോഗ്യപരമായി മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും ആരോഗ്യ ദിനചര്യകൾ പിന്തുടരുന്നതും പ്രധാനമാണ്.